പക്ഷെ സത്യത്തില് ഇവിടെ വന്നതിന് ശേഷം നമ്മൾ കുറെ റിസൾട്ട് കാണാൻ തുടങ്ങി. അതിന്റെ ശേഷം സത്യത്തിൽ 3 വർഷം കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ലോങ് ജേർണിയാണ്. അപ്പൊ അതിന്റെ കൂടെ റിപ്പീറ്റ് ചെയ്ത് കൂടുതൽ ഇയേഴ്സ് പോകുന്നതായിട്ടുള്ളത് പെട്ടെന്ന് കോമ്പറ്റീവ് എക്സാംസ് എന്താണെന്നുള്ള കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റി എന്നുള്ളതാണ്. ഇപ്പൊ പറഞ്ഞ 2 പോയിന്റ് ആണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്യാൻ തോന്നുന്നത്. ഇത് കേരളത്തിലുള്ള എല്ലാവരുടെയും ഒരു ഒന്നാമത്തെ കാര്യം. നമ്മൾ ആസ് എ ടീച്ചേഴ്സ് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസ് ഒരു പീരീഡ് കഴിഞ്ഞിട്ട് അവർ നെക്സ്റ്റ് ഫേസിലോട്ട് പോകുമ്പോൾ നമ്മൾ വന്ന് മീറ്റ് ചെയ്യുന്നതും അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതാണ്. ഇന്നത്തെ ദിവസം ഇന്ന് രാവിലെ തന്നെ നമ്മുടെ എക്സാം ബോയ് ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിൽ ലാസ്റ്റ് 3 years ആയിട്ടുണ്ടായിരുന്ന നമ്മുടെ 4 സ്റ്റുഡൻസ് ഇന്ന് വന്ന് നമ്മൾ മീറ്റ് ചെയ്യാനും മെൻറ്റേഴ്സിനെയും ഫാക്കൽറ്റീസിനൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിന്ന് നമ്മുടെ കൂടെ ഉണ്ട്. ജസ്റ്റ് കുറച്ച് സമയം അവരുടെ ഒരു ലാസ്റ്റ് ഇയറിലെ എക്സ്പീരിയൻസും അവരുടെ ഫ്യൂച്ചർ ഡ്രീമുകളും അവരുടെ ഒരു ജേണിയൊക്കെയാണ് ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലോട്ട് കിടക്കുന്നതിന് മുന്നേ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് തുടങ്ങാം. ഓക്കെ, നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ പേര് റിയ, ഞാൻ ചേളാരി നിന്നാണ് വരുന്നത്. പിന്നെ ഇനിയിപ്പോ നീറ്റ് അച്ചീവ് ചെയ്യാനാണ് എൻ്റെ ഡ്രീം. നീറ്റ് എഴുതി MBBS പോകാനുള്ള പ്ലാനാണ്. കിട്ടുമല്ലോ അല്ലേ? ഞാൻ ഹനുന അൻവർ, മലപ്പുറം കാളികാവ് നിന്നാണ് വരുന്നത്. ഞാൻ നീറ്റ് എഴുതിയിട്ട് MBBS എടുക്കാം. നീറ്റ് ആസ്പിരന്റ് തന്നെയാണ്. എൻ്റെ പേര് മിൻഹ, ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇതുവരെ പഠിച്ചത് ബഹ്റൈനിലാണ്. ഞാൻ ഇനി നീറ്റ് എഴുതാനാണ് എൻ്റെ കേരളത്തിൽ സെറ്റിൽ ആവാനുള്ള പരിപാടിയാണ്. നീറ്റിനെ പഠിച്ച് എഴുതാനുള്ള. എന്റെ പേര് ഫാത്തിമ സേറ, ഞാൻ കോട്ടക്കൽ കോഴ്സിനെ മാറ്റുന്ന വരുന്നത്. ഞാനൊരു JEE ആസ്പിരന്റ് ആണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് എന്റെ ഡ്രീം. അപ്പൊ 4 പേരിൽ ഒരാൾ JEE, ബാക്കി 3 പേര് നീറ്റുകാരാണ്. ഓക്കെ, അപ്പൊ നമ്മളൊരു ലാസ്റ്റ് 3 years ആയിട്ട് നിങ്ങൾ എല്ലാവരും എക്സാം ബോയുടെ കൂടെ ഉണ്ട്. 8th സ്റ്റാൻഡേർഡിൽ ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്തതാണ്. ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ 10th കഴിയാനായി. 10th കഴിഞ്ഞു, ഇനി നെക്സ്റ്റ് +1 ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ 8th സ്റ്റാൻഡേർഡിൽ എക്സാം ബോയിൽ വരുന്ന ഒരു സമയം ഇപ്പോൾ 10th കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു സമയം തമ്മിൽ ഒരു 3 years ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്? എൻ്റർ ചെയ്തപ്പോൾ എങ്ങനെയാണ്, ഇപ്പൊ ഇറങ്ങുമ്പോൾ എങ്ങനെയാണ്? ആർക്കും സ്റ്റാർട്ട് ചെയ്യാം. എൻ്റർ ചെയ്തപ്പോൾ സത്യത്തില് ഇപ്പാന്റെ പാരന്റ്സ് ഫോഴ്സ് ചെയ്തിട്ടാണ് നമ്മൾ എൻ്റർ ചെയ്തത്. പക്ഷെ സത്യത്തില് ഇവിടെ വന്നതിന് ശേഷം നമ്മൾ കുറെ റിസൾട്ട് കാണാൻ തുടങ്ങി. അതിന്റെ ശേഷം സത്യത്തിൽ 3 വർഷം കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. നമ്മള് പെർഫോമൻസിൽ നമ്മൾ തന്നെ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് വന്നപ്പോ. എയ്ത്തില് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയാലും ആരും ഒരു എക്സ്ട്രാ കോഴ്സ് ഒന്നും എടുക്കണില്ല. അപ്പൊ നമ്മള് കംപ്ലീറ്റ്ലി 8th നിന്ന് തുടങ്ങാന്ന് പറയുമ്പോ തന്നെ നമുക്ക് ആരും പോണില്ല, നമ്മള് മാത്രം പോവാ, ആ ഒരു ഫീൽ ഉണ്ടാവും. പിന്നെ തുടങ്ങി കഴിഞ്ഞപ്പം 9th ആയപ്പോ ചോദിച്ചു വേണോ, അപ്പൊ നമ്മളെന്നെ വേണം. 10th ആയപ്പോ ചോദിച്ചു വേണം. പിന്നെ അങ്ങോട്ട് ശരിയായി. അത് എല്ലാവരും ഇങ്ങനെ ചോദിക്കും. ഞാൻ 8th നിന്ന് ഫസ്റ്റ് ഒക്കെ ഞാൻ ഈ കോഴ്സ് ഫ്രണ്ട്സിനോടൊക്കെ പറയും എക്സ്ട്രാ പഠിക്കലല്ലേ, അല്ലെങ്കിൽ സ്കൂളിന്റെ തന്നെ വേറെതാ, നീ ഇത് വെറുതെ തലയിൽ വെച്ച് നടന്നിട്ട് എല്ലാവരും ട്യൂഷനാണ് പോവുക, എന്തിനാ വെറുതെ ഇത്ര സമയം പണിയെടുക്കുന്നത്? ഇനി എന്റെ എക്സ്ട്രാ ആയിട്ട് എന്താണ്, ഞാൻ എന്റെ ഇൻട്രസ്റ്റിൽ തന്നെയാണ് സാൻഡി ജോയിൻ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ സാൻഡി ജോയിൻ ചെയ്തിട്ട് നമ്മൾ അറിയാതെ കുറേ നമ്മൾ ഒരു കോമ്പറ്റീവ് എക്സാംസ് എന്താണെന്നുള്ള കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി എന്നുള്ളതാണ്. നമ്മള് ഇപ്പൊ ഒരു ഡോക്ടർ ആണെന്ന് പറഞ്ഞാൽ അവരെല്ലാരും പറയും നീറ്റ് എഴുതണം. ഞാൻ ഇപ്പൊ ആയാലും ഞാൻ ബഹ്റൈനിൽ എന്റെ ഫ്രണ്ട്സ് ഒക്കെ നീറ്റ് എഴുതണം. ഞാൻ പറഞ്ഞപ്പോ കോഴ്സോ കോച്ചിങ് ആയിട്ട് ചെയ്യുന്നത്, ഞാൻ 12th പഠിച്ചു കഴിഞ്ഞിട്ട് നോക്കാം. അപ്പൊ ആ ഒരു ഇയർ ഇത് കുറിച്ചിട്ട് ഒന്നാമത് MBBS നീറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ജേർണിയാണ്. എന്തായാലും അതൊക്കെ നല്ലോണം ചിന്തിച്ച് ചെയ്യുമ്പോൾ ഞങ്ങള് നീറ്റൊക്കെ കുറെ ഏർലി പ്രിപ്പറേഷൻ നല്ലത് തന്നെയാണ്. ഇപ്പൊ പറഞ്ഞ 2 പോയിന്റ് ആണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്യാൻ തോന്നി. ഒന്നാമത്തെ കാര്യം, സാധാരണ ട്യൂഷന് പോയാൽ പോരെ, ഇപ്പോഴേ നമ്മൾ എക്സ്ട്രാ പണി എടുക്കണോ, എന്നിട്ട് +2 കഴിഞ്ഞിട്ട് ആലോചിച്ചാൽ പോരെ. ഇത് കേരളത്തിലുള്ള എല്ലാവരുടെയും ഒരു ഒന്നാമത്തെ കാര്യം. എല്ലാവരും അപ്പൊ ഇത് ഇപ്പോഴും കേരളത്തിൽ എന്തുണ്ട്, സ്റ്റുഡൻസ് ഇതേപോലെ വിചാരിക്കുന്നുണ്ട്. അപ്പൊ അവരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ ട്യൂഷൻ എടുക്കാതെ കുറച്ച് അധികം പണിയെടുത്തവരാ, അപ്പൊ ബാക്കി ഇനി പണിയെടുക്കാൻ വേണ്ടി ബാക്കിയുള്ളവരോട് പിന്നീട് പിന്നെ വിഷമിക്കേണ്ടതല്ലേ. ഇപ്പൊ നമ്മളെന്നെ കാണാറുണ്ട്, ഇപ്പൊ നീറ്റിനും JEEക്കൊക്കെ +2 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, 1 year 2 years ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കേരളത്തിലുള്ള ഒരു ട്രെൻഡ് അങ്ങനെയാണ്. പക്ഷെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താ, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതാണോ, അതോ +2ന്റെ കൂടെ പോകുന്നത്? കണ്ടിന്യൂസ് ആയി ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടുന്ന സംഭവമുള്ളൂ. കാരണം MBBS ഓൾറെഡി ലോങ് ജേർണിയാണ്. അപ്പൊ അതിന്റെ കൂടെ റിപ്പീറ്റ് ചെയ്ത് കൂടുതൽ ഇയേഴ്സ് പോകുന്നതായിട്ടുള്ളത് പെട്ടെന്ന് നേരത്തെ പോകുന്നതാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 8th മേ ബി ആരെങ്കിലും ഒക്കെ പറഞ്ഞു കേട്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ എത്തിയിട്ടുണ്ടാവാം. പിന്നീട് 9th 10th കണ്ടിന്യൂ ചെയ്യാന്നുള്ളത് നമ്മുടെ മാത്രം ഡിസിഷനാണ്. അപ്പൊ നിങ്ങൾ ആ ഡിസിഷനിൽ വന്ന ആൾക്കാരാണ്. ഈ ഒരു
അക്കാഡമിക്കലി ഉണ്ടായ ഒരു ഇമ്പ്രൂവ്മെന്റ് കൂടെ തന്നെ എക്സാം വൈലുള്ള എന്ത് ഫീച്ചേഴ്സ് ആണ് ആക്ച്വലി നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി തോന്നിയിട്ടുള്ളത്? മെന്റർഷിപ്പ് സത്യം പറയാം. 8th വന്നതിന്റെ ശേഷം എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് വന്ന സത്യം പറഞ്ഞ ഉറപ്പിയ പിന്നെ ഉപ്പിങ്ങനെ പോക്കല്ലോ. പക്ഷെ പിന്നെ ഹന്നാമ വിളിച്ചിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് തീരെ ഇഷ്ടമില്ലല്ലോ, ഞാൻ മോശമായിട്ടാണോ ഇങ്ങനെ ഉറപ്പെടും, ഞാൻ മോശമായിട്ടാണോ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ. പിന്നെ എനിക്ക് അങ്ങനെ വിഷമിപ്പിക്കണല്ലോ വെച്ചിട്ട് പഠിച്ചു തുടങ്ങിയാണ്. പിന്നീട് 9th ഹന്നാമാം എന്ന മെന്ററായിട്ട് കിട്ടുന്ന നമ്മളോടാണ് സത്യം പറഞ്ഞ് ഞാൻ വരെ കൂടെ പോകാൻ തീരുമാനിച്ചത്. ഞങ്ങൾ എല്ലാവരും കണ്ടിന്യൂ ചെയ്തത് ഹന്നാമാമിന്റെ മെന്റർഷിപ്പ് കാരണം മാത്രം. മെന്റർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മള് കുറച്ചൊരു ലോ മോട്ടിവേറ്റഡ്, മാർക്സ് ഒക്കെ ലോ ആയാലും നമുക്ക് പിന്നെയും അതായത് ട്രൈ ചെയ്ത് നോക്ക്, ഈ എക്സാം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞു. ഷെബീബ മാം ആണെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് 10th ഞങ്ങൾക്ക് 3 ആൾക്കും ഷെബീബ മാമാ മിസ്സായാലും അതേപോലെ തന്നെ വളരെ ഓരോ എക്സാംസ് ഒക്കെ വരുമ്പോൾ ഇപ്പൊ ഒരു വേറെ കോമ്പറ്റീവ് എക്സാം ഒന്ന് രജിസ്റ്റർ ചെയ്ത് നോക്ക്, നിനക്ക് പഠിക്കാൻ ടൈം, ഞാനിങ്ങനെ പഠിക്കാൻ ടൈമില്ല, വേറെ കുറെ എക്സാംസിന്റെ ഒക്കെയാന്ന് പറഞ്ഞാലും നീ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. അപ്പൊ ആ സമയത്ത് പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ സാൻഡി അതിലുള്ള കോഴ്സ്, അതിലുള്ള ക്ലാസ് അത് മാത്രമല്ല, അതിന്റെ പുറമെ ഒരു ബോണ്ടാണ്. നമ്മള് ഫ്രണ്ട്സ്. അത് അതേപോലെ എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല ഞാൻ ഈ കോഴ്സ് കഴിഞ്ഞ് സ്റ്റെപ്പ് ഔട്ട് ചെയ്താലും ഒരു പോകുന്നത് ഒരു നമ്മള് ത്രൂ ഔട്ട് ലൈഫ് ഒരു മെന്റർ തന്നെയാണ്. ഒരു ജസ്റ്റ് ഒരു മെന്റർ സ്റ്റുഡന്റ് എന്നുള്ള റിലേഷന്റെ അപ്പുറത്തേക്ക് നമ്മുടെ ഫാമിലി മെമ്പറിനെ പോലെ തന്നെ ആ ബോണ്ട് ഗ്രോ ആയി എന്നുള്ളത്. സാൻഡി എന്റെ ഒരു ഫാമിലി മെന്റേഴ്സ് മാത്രമല്ല ബാച്ച്മേറ്റ്സ് ഇപ്പം എല്ലാവരും നമ്മളൊരു ബോണ്ട് ആയിരുന്നത്. അത് ശരിക്കും ഭയങ്കര നല്ല കാര്യം. കാരണം നിങ്ങൾ എല്ലാവരും പല സ്ഥലത്ത് നിൽക്കുന്ന ആൾക്കാരാണ് അല്ലെ, നിങ്ങൾ ഒരു പക്ഷേ ഗോൾസ് ഷെയർ ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഡ്രീംസ് പഠിക്കുമ്പോൾ നമുക്ക് അവരുടെ നമ്മളെ പോലെ ചിന്തിക്കുന്ന നമ്മളെ പോലെ ഡ്രീമുള്ള പിയർ ഗ്രൂപ്പ് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ തോട്ട്സും ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ആവുക എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഇവിടെ ഇപ്പൊ നമ്മുടെ കോഴ്സിൽ യൂഷ്വലി നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതിന് കൂടെ തന്നെ കോമ്പറ്റീവ് എക്സാമിനേഷൻസ് കൂടി നമ്മൾ ഫോക്കസ് ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി അറിയാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരിക, 80 മാർക്കിലെ എക്സാം എങ്ങനെയാണ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്. പക്ഷെ വൺസ് നിങ്ങൾ ഇതിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് +1 +2 അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യുമ്പോഴേ കാണാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനത്തെ എക്സാമുകളിൽ അതിലോട്ട് എക്സ്പോഷർ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തത്? 80 മാർക്ക് നെഗറ്റീവേ ഇല്ലായിരുന്നു, അവിടെ നല്ല മാർക്ക് ഇട്ടായിരുന്നു. പക്ഷെ എനിക്കത് അങ്ങനെ ശീലമുണ്ട്. 8th ഫസ്റ്റ് എല്ലാം എഴുതിയല്ലോ. അപ്പൊ 9th നെഗറ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു മൈൻഡാണ് ഞാൻ എപ്പോഴും എല്ലാ ഉത്തരം കുറെ നെഗറ്റീവ്. അപ്പൊ ശീല പിന്നീട് എവിടെയെങ്കിലും പോകുമ്പോ അങ്ങനെ ഒന്ന് ചിന്തിക്കാനുള്ളത്, നമ്മള് ചിന്തിക്കാൻ നെഗറ്റീവ് മാർക്കാണ് തീരെ കോൺഫിഡൻസ്, അത് നെഗറ്റീവ് മാർക്കാണ്. നമ്മൾ ഒന്നാമത് വെച്ചാൽ ഇവിടെ എല്ലാവരും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന 10th ഉം 12th ഉം ബോർഡ്സ് ആണ്. പക്ഷെ ബോർഡ്സും കോമ്പറ്റീവ് എക്സാംസ് വേറെ വേറെ ലോകമാണ്. ഇവിടെ ആയാലും ഞാൻ ഇങ്ങനെ ഓരോ കുട്ടികൾ നീ ചെയ്താണെന്ന് അറിയുമ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ നെഗറ്റീവ് മാർക്കിങ്ങിനെ കുറിച്ച് അറിയാൻ നയിക്കുമ്പോൾ അവരത് അങ്ങനത്തെ സംഭവം ഉണ്ടാകും ഉള്ളതാണ്. 10th ഉം 12th ഉം അവർക്ക് ഡിസ്ക്രിപ്റ്റീവ് അയച്ച് നമ്മളിപ്പോ വേറെ തന്നെ തെളിക്കും. ഞാൻ ഇപ്പൊ നീറ്റിനെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ എല്ലാവരും ഇപ്പോഴേ നീ അതിനെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുന്നു. പണ്ടൊക്കെ MCQs ഇനി സിമ്പിള്, പക്ഷെ കാരണം നമുക്ക് ഈസി ഉള്ളൂ. ഇപ്പം മറ്റേ ഡിസ്ക്രിപ്റ്റീവ് കുറച്ച് തള്ളിയാലും ചെയ്യിക്കോട്ടെ, MCQs റിസ്ക് പരിപാടി നടക്കൂല. ഈ പരിപാടി ഇവിടെ നടക്കില്ല. ബോർഡ് എക്സാമിനായാൽ പോലും ഇപ്പം MCQs കാണുമ്പോൾ തന്നെ നമുക്കൊരു കൂൾ ഓഫ് ടൈം ആകുമ്പോഴത്തേക്കും നമുക്കത് സോൾവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. മാത്സ് ആയാലും ഫിസിക്സ് ആയാലും നെഗറ്റീവ് മാർക്കും ഇല്ല സുഖ. നെഗറ്റീവ് മാർക്ക് നമുക്ക് ബൈ ദ ടൈം സോൾവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും എക്സ്പോഷർ കിട്ടി ഓൾറെഡി. മൾട്ടിപ്പിൾ ചോയ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ഒന്നില്ലെങ്കിലും ഒന്ന് കറക്കി ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും കിട്ടുന്ന ഇതല്ലേ. ഇതാവുമ്പോ നെഗറ്റീവ് മാർക്കിനൊക്കെ ആവുമ്പോൾ നമുക്ക് അതിങ്ങനെ ചിന്തിച്ചിട്ട് അതൊന്നുകൂടി സ്ട്രാറ്റജൈസ് ചെയ്യാനുള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. യൂഷ്വലി എല്ലായ്പ്പോഴും സംഭവിക്കുക, അതായത് +2 കൂടെ എഴുതുന്നവരുണ്ടാവുമല്ലോ, അതിൽ പ്രാക്ടീസ് ചെയ്യാതെ ഇവർ എഴുതുന്ന സമയത്ത് കിട്ടാത്തതെല്ലാം ഗസ് ചെയ്യും. അതെ, കുറെ സ്ട്രാറ്റജീസ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ അത് അറിയാത്ത സ്റ്റുഡൻസിന് ഒബ്വിയസ്ലി നെഗറ്റീവ് മാർക്ക് അടിച്ചിട്ടാണ് പലപ്പോഴും പോസിറ്റീവിന്റെ ഇതിനേക്കാൾ കൂടുതൽ നെഗറ്റീവ്. നല്ല മാർക്ക് ഞങ്ങളൊക്കെ സ്കൂളിൽ നല്ല ഹൈ സ്കോർ പഠിക്കുന്നവരാണ്. പക്ഷെ റിയൽ കോമ്പറ്റീവ്സ് എന്താണെന്നത് ശരിക്കും എക്സാമിൽ ചേർന്നതിന് ശേഷമാണ് അറിയുന്നത്. കാരണം ഇവിടെ ഇപ്പൊ എല്ലാവരും പഠിക്കണം. അല്ല, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് പോയിന്റ്. കാരണം നമ്മുടെ കുറെ കുട്ടികൾ സ്റ്റാർട്ടിങ്ങിൽ വരുമ്പോൾ ഇവര് സ്കൂൾ ടോപ്പേഴ്സ് ആയിരിക്കും, അവരുടെ സ്കൂൾ ടോപ്പേഴ്സ് ആയിരിക്കും. പക്ഷെ ഇവിടെ വന്ന് കോമ്പറ്റീവ് എക്സാം എഴുതുമ്പോൾ ചിലപ്പോൾ അവരുടെ റാങ്ക് ലിസ്റ്റിൽ താഴെ ആയിരിക്കും അല്ലെങ്കിൽ മിഡിലായിരിക്കും. ഇവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവര് പാരന്റ്സ് ഒക്കെ പറയും, എന്റെ കുട്ടി സ്കൂൾ ടോപ്പർ ആണല്ലോ, പിന്നെ എന്താ ഇവിടെ എന്താ ഇങ്ങനെ. ആക്ച്വലി സംഭവിക്കുന്നുണ്ട്, ഇവിടെ റിയൽ കോമ്പറ്റീഷൻ നടക്കുന്നു. കോമ്പറ്റീഷൻ ഉണ്ട്.
കോമ്പറ്റീഷൻ ഉണ്ട്. കാരണം നമ്മുടെ പിയർ ഗ്രൂപ്പ്സ് ആയാൽ പോലും ഏകദേശം എല്ലാവരും നല്ലോണം പഠിക്കുന്നവരാണ്. ഒന്നെങ്കിൽ നമ്മൾ അതൊരു നമുക്ക് പരിചയമുള്ള ഒരാള് ലീഡർ ബോർഡിൽ ഇങ്ങനെ മാർക്ക് ലിസ്റ്റിലൊക്കെ കാണുന്നത് അടുത്ത പ്രാവശ്യം എന്തായാലും അവരടുത്തെങ്കിലും എത്തണം. എസ്പെഷ്യലി നമ്മൾ 9th കുറെ കുട്ടികൾ അങ്ങനെ നല്ല ടോപ്പിലും ഇതിലാണ് ഋതു എല്ലാവരും നല്ല ടോപ്പിൽ നിൽക്കുന്ന കുട്ടികൾ. നമ്മളെ പരിചയമുള്ള ഫ്രണ്ട്സിനെ കാണുമ്പോ നമുക്കൊരു മോട്ടിവേഷൻ നമുക്ക് ചെയ്യാലോ, നമുക്ക് കിട്ടുമല്ലോ, നമുക്ക് അറിയുന്ന ആളാണ്, നമ്മളെ ഫ്രണ്ട് ആണല്ലോ, അങ്ങനെ അത് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഓക്കെ, പിന്നെ വേറെ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു 3 yearsൽ ഏറ്റവും വാല്യുബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം? നമ്മളെ കണക്ഷൻസും നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു പിയർ ഗ്രൂപ്പും എക്സ്പീരിയൻസും ഒക്കെ. പിന്നെ എക്സ്പോഷർ ടു ക്വസ്റ്റ്യൻസ് ആയാലും ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയാലും കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമുക്ക് എൻട്രൻസ് എക്സാംസ് എക്സാംസ് ഇതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ശരിക്കും നമുക്ക് ഒരു 8th എത്തിയിട്ടാണ് IIT എന്താ, NIT എന്താ, AIDS എന്താ അതിവിടെ വന്നോണ്ട് മാത്രമേ അറിയണത്. സാധാരണ 10th കഴിഞ്ഞിട്ട് ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാനൊക്കെ തുടങ്ങി. ബട്ട് നമുക്കത് നേരത്തെ ഞാൻ 8th പറഞ്ഞു നടക്കുമ്പോ എല്ലാ എന്റെ ഫ്രണ്ട്സും കസിൻസും ഒക്കെ ഇങ്ങനെ ഇവളെന്താ നീറ്റ് ഇപ്പളെ ഇത്ര അത് നമ്മുടെ പിയർ ഗ്രൂപ്പ്സിന്റെ ഇടയ്ക്ക് സംസാരിക്കുമ്പോഴും ഇപ്പൊ തന്നെ എനിക്കൊക്കെ കാരണം എന്താ വെച്ചാല് ഓർക്ക് ആ എക്സ്പോഷർ ഇല്ല. പക്ഷെ അതേ നമ്മൾ സാൻഡിയുടെ ഫ്രണ്ട്സിനോട് നമുക്ക് സെയിം ഒരു ഇതുണ്ടാവുക. അവരും ആ എക്സ്പോഷർ ഉണ്ടാവും. അപ്പൊ നമ്മളെ കളിയാക്കാനില്ല കൂടുതൽ മോട്ടിട്ട് ഇത് പഠിച്ചോണ്ട് കപ്പളും പറഞ്ഞു ഇത് പഠിച്ചോണ്ട്. അത് ആക്ച്വലി നമുക്കിപ്പോൾ ഡോക്ടേഴ്സ് ആവണം, എഞ്ചിനീയേഴ്സ് ആവണം, അങ്ങനത്തെ ഒരു ബ്രോഡ് ഐഡിയ എല്ലാവർക്കും ഉണ്ടാവുള്ളൂ. പക്ഷെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ആവണം, ഏത് ഫീൽഡിലോട്ട് എത്തണം എന്നുള്ള സ്പെസിഫിക് ടാർഗറ്റ് എത്താൻ ഇത് ഭയങ്കരമായിട്ട് ഈ ഒരു കരിയർ ഗോൾ സെറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയി എന്നുള്ളതാണ്. ആക്ച്വലി നിങ്ങൾ ജൂനിയേഴ്സ് ആയി വരുന്ന ആൾക്കാരെ നമ്മൾ ഇതുപോലെ തന്നെ നർച്ചർ ചെയ്തെടുക്കുന്നത്. പിന്നെ നിങ്ങളൊക്കെ ഇനി ഒരു +1 കഴിഞ്ഞ് ഇനി ഒരു മെഡിക്കൽ കോളേജൊക്കെ എത്തി നിങ്ങൾ എന്ത് ചെയ്യണം, തിരിച്ചു വരണം. എന്നിട്ട് നിങ്ങൾക്കും ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് നമ്മുടെ താഴെ വരുന്ന ജൂനിയേഴ്സ് ആയി വരുന്ന ആളുകളെ അവർക്കും നമുക്ക് ഈ രീതിയിൽ ഗൈഡ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, തിരിച്ചു വരണം. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ സൊസൈറ്റിയിലോട്ട് കൂടി കൊടുക്കാൻ പറ്റുക. ഇപ്പൊ സാൻഡി തുടങ്ങിയതെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ നമ്മളിപ്പോ 10th ബുക്ക് തുറന്നാലും 6th ഒക്കെയുള്ള ബേസിക് തന്നെയാണ് നമുക്ക് പിന്നെ കിട്ടുന്നത്. എന്റെ സിബ്ലിങ്സ് ഒക്കെ 6th ഉണ്ടാവുമ്പോൾ ഞാൻ ഓരോ ചാപ്റ്റേഴ്സ് പഠിപ്പിച്ചെടുക്കുമ്പോ ഒക്കെ 10th കണ്ടിന്യൂഷൻ തന്നെയാണ്. എല്ലാം ഒരു കണ്ടിന്യൂഡ് ഒരു പാറ്റേൺ ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മള് 6th നമ്മൾ കുറച്ച് അധികം പഠിച്ചെന്ന് വെച്ചിട്ട് ഒന്നും പറ്റാൻ പോകുന്നില്ല. നല്ലതാണ്. 12th അടിക്ക് എടുക്കേണ്ട സാധനം നമ്മുടെ പൈറ്റ് പോലെയാണ്. അപ്പൊ ഒറ്റയടിക്ക് ഇതാക്കേണ്ട ആവശ്യം. ഏത് കോൺസെപ്റ്റ് നമ്മൾ തൊട്ടാൽ അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം നമുക്കൊരു ടച്ച് ഉണ്ടെന്നുള്ളത് നമുക്കൊരു ഇത് എവിടൊക്കെ എന്തൊക്കെ ഒരു ഐഡിയ ഉണ്ട്. അപ്പൊ ഒന്ന് കണക്റ്റഡ് ആവുന്നുണ്ട്. അപ്പൊ ഇതിൽ തന്നെ നിങ്ങൾ കേരളത്തിൽ പല സ്ഥലത്തുള്ളവരുണ്ട്, അബ്രോഡുള്ള ആളുകളുണ്ട്. ആക്ച്വലി നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് നിങ്ങളെല്ലാം കണക്റ്റഡ് ആയത്. പക്ഷേ ഈ ഓൺലൈൻ എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക സ്റ്റുഡൻസ് ആൻഡ് പാരന്റ്സിന് ഒരു കൺസേൺ ആണ്, ഓൺലൈനിൽ സ്റ്റഡീസ് പ്രോപ്പറായി നടക്കുമോ, ലേണിംഗ് നടക്കുമോ എന്ന്. നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത്? അത് ശരിക്കും ഓരോരുത്തരുടെ മെന്റാലിറ്റിക്ക് അനുസരിച്ചാണ്. പക്ഷെ കഴിയാനില്ല, പക്ഷെ നമ്മൾ അതിനെ കുറിച്ച് ഡെഡിക്കേറ്റഡ് ആയി നമുക്ക് പറ്റുന്ന തോന്നിയാൽ പഠിക്കണം എന്ന് തോന്നിയാൽ ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ സാൻഡി ഈസിയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ 10 minutes ഷോർട്ട് വീഡിയോസ് ആയതുകൊണ്ട് നമുക്കൊരു ബ്രേക്ക് നമുക്ക് തന്നെ ഫീൽ ചെയ്യും, നമുക്കൊരു ബ്രേക്ക് കിട്ടിയ പോലെ. പിന്നെ ഒരു വീഡിയോ കഴിഞ്ഞാൽ അതിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വരും. കുറച്ചുകൂടി ഈസി ആയിരുന്നു. ഓരോ ആൾക്കാരുടെ ഫാമിലി ഇതായിരിക്കും, ഓരോ ടൈമിങ് ഓരോ ആൾക്കാരെ. ഇപ്പൊ എനിക്കൊക്കെ കുറെ സിബ്ലിങ്സും കസിൻസും ഒക്കെ ഒന്നിച്ച് നിൽക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ടൈം അതെ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇത് അഥവാ ക്ലാസ്സസ് ഒക്കെ ഇങ്ങനെ കുറച്ച് പെൻഡിങ് ആയാൽ തന്നെ ഒരു റിഗ്രറ്റ് വരും. അങ്ങനെ ഇത് പെൻഡിങ് എന്തിനാ വെച്ചത് ഉള്ളൊരു റിഗ്രറ്റ്. അതെ, പക്ഷെ ഓരോരോ ആൾക്കാർക്ക് പറ്റുന്നത് ഇത് ഡെഡിക്കേഷൻ പോലെയാണ്. മാക്സിമം നമ്മൾ ട്രൈ ചെയ്യാന്നുള്ളത്. നമ്മളൊരു ചെറിയൊരു നമ്മളൊരു മൈൻഡിലൊരു പ്ലാന് വെച്ചാൽ നമ്മൾ എന്റെ റിഗ്രറ്റ് പോലെയായിട്ടാണ് ഞാൻ പറയുന്നത്. വെച്ചാൽ അത്രക്കും സാൻഡി യൂസ്ഫുൾ ആയിട്ട് ഞാൻ നമ്മള് പെൻഡിങ് എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ഒഴിവാക്കിക്കൊണ്ട് നിന്നെങ്കിൽ അത് കൂടുകയും ചെയ്യും. വേഗം നമ്മള് കേട്ട് കഴിക്കാന്നുള്ളതാണ് അതിന്റെ നീറ്റിക്ക് അപ്പുറം മറ്റേ GK കൊണ്ട് നമുക്ക് മെന്റിയിലൂടെ കുറെ അത്യാവശ്യം നല്ലോണം കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ അറിയുന്നത് പഠിക്കുന്നതൊക്കെ നമ്മള് അങ്ങനെ പിന്നെ ഒരു സ്പിരിറ്റ് ഉണ്ട്, നമുക്കത് പഠിച്ചിട്ട് മെന്റിയിൽ കയറണം. കാരണം അതൊക്കെ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ബാച്ച് നെയിം ലീഡർ ബോർഡിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് അത് വാശി. നമുക്കൊരു ബാച്ച് നമ്മളെ ബാച്ചിന്റെ നമ്മളൊരു ലീഡർ ബോർഡ് കേട്ട് നമ്മളെ മെന്റർ ഇങ്ങനെ ഗ്രൂപ്പിൽ നമ്മളെ പേരിടുമ്പോ അതൊരു നമുക്കൊരു അഭിമാനമാണ്. അങ്ങനെ നമ്മൾ പഠിച്ചതായിരുന്നു. വേണമെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് അക്രോസ് വേൾഡ് എവിടെയുള്ള സ്റ്റുഡൻസോട് കണക്ട് ചെയ്യാൻ പറ്റും. സെയിം മൈൻഡ് സെറ്റ് ആൾക്കാർ കിട്ടും. പിന്നെ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റും. ഓഫ്ലൈൻ ആകുമ്പോൾ ഇന്ന് 9 to 10 ക്ലാസ് ഉണ്ടെങ്കിൽ പോയില്ലെങ്കിൽ അത് മിസ്സായി. പക്ഷെ നമുക്കൊരു ആ സമയം ഓൺലൈൻ
ആണെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ടൈമിൽ കാണാൻ പറ്റും. ഈവൻ ലൈവ് ക്ലാസ് മിസ്സായാൽ പോലും അത് പ്രോപ്പറായിട്ട് കാണാൻ പറ്റും. പേഴ്സണലൈസ്ഡ് ലേണിംഗ് കുറച്ചും കൂടെ നടക്കുക ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. ഓരോരോ ആൾക്കാർക്ക് ചിലപ്പോൾ രാവിലെ പഠിച്ചാലായിരിക്കും ഏറ്റവും കൂടുതൽ നല്ല, ചില കുട്ടികൾക്ക് രാത്രി പഠിക്കുന്നതായിരിക്കും, രാത്രി ക്രാമയിലായിരിക്കും കൂടുതൽ താല്പര്യം ഉണ്ടാവുക. അതനുസരിച്ചിട്ട് നമുക്ക് അതിന്റെ ഇതായിട്ട് പഠിക്കാൻ കഴിയും. നിങ്ങൾക്ക് ഇനി ഓരോരുത്തർക്കും ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് പഠിച്ച് ഡോക്ടേഴ്സ് ആവണമെന്നാണ് ആഗ്രഹം? എയിംസ്, മെഡിക്കൽ കോളേജ്, എനി മെഡിക്കൽ കോളേജ് അല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഓക്കെ, എനിക്ക് നമ്മൾ കിട്ടുന്നത് അനുസരിച്ചിട്ട് എയിംസ് കിട്ടിയാൽ നല്ലത്. ജയിംപർ പോലത്തെ അങ്ങനത്തെ കിട്ടിയെങ്കിൽ ഒരു ഡ്രീമാണ്. ടാർഗറ്റ് തന്നെ അതേപോലെ തന്നെ കിട്ടിയാലും കിട്ടും. അല്ല, ആഗ്രഹിക്കുന്ന നമുക്ക് എയിംസ് ഇതൊക്കെ. പക്ഷെ എന്റെ ഉമ്മക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിട്ട് ഉമ്മ പോയ സ്ഥലത്തേക്ക് പോകണം. കുറച്ച് ദൂരം ആയതുകൊണ്ടുള്ളതാണ്. നമ്മള് കുറച്ച് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാനുള്ള, എനിക്ക് ആയാലും എബ്രോഡിൽ നിന്ന് വന്ന് ഇൻഡിപെൻഡന്റ് ആവണം എന്നുള്ളത്. നമ്മൾ ഓരോ ഡ്രീംസിന് നമ്മൾ കുറച്ച് സാക്രിഫൈസ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ആയാലും നമ്മളിപ്പോ ആയാലും എയ്ത്തിനായാലും നമ്മൾ കുറച്ച് കളിക്കുന്ന അതൊക്കെ കുറച്ച് മാറ്റി വെച്ച് നമ്മളിങ്ങനെ പഠിക്കാനിരുന്നല്ലോ. അപ്പൊ അതൊക്കെ ആകുമ്പോ ഞാൻ എന്താ പറയാ, അവിടെ ബഹ്റൈൻ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും, എന്തിനാ എനിക്ക് +1 +2 കഴിഞ്ഞിട്ട് പോയിക്കൂടെ, ഇതിന് ഇപ്പഴേ നീ ഇവിടെ നാട്ടിൽ പോയി പഠിക്കുന്നു എന്നുള്ളത്. എനിക്ക് ഇതാ താല്പര്യം. ഫാമിലി ഒക്കെ വഴി വിട്ട് നിൽക്കുമ്പോ ഒരു സങ്കടം ഉണ്ടാവും, സ്വാഭാവികം. അപ്പം നമ്മള്, പക്ഷെ എനിക്ക് എന്റെ മൈൻഡിൽ ആ ഒരു ഡ്രീം എത്തണമെങ്കിൽ എനിക്ക് കുറച്ച് സാക്രിഫൈസ്, കംഫർട്ട് സോണിൽ നിന്ന് കുറച്ച് പുറത്ത് പോകേണ്ടത് ഭയങ്കര നിർബന്ധമായിട്ട്. ഇയാൾക്ക് ഉമ്മാന്റെ മെമ്മറീസ് ഉള്ള അടുത്തേക്ക് പോകണം എന്നുള്ളതാണ്. ഉമ്മ പോയ സ്ഥലത്ത് കൂടെ ഒന്നും കൂടെ പോയി നോക്കണം. പിന്നെ ഉമ്മ ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറയാം. അപ്പൊ ഞാൻ അവിടെ പോകണം. ഇയാൾക്ക് എന്താ IIT-ലാണോ? IIT-നെ ടാർഗറ്റ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് കോളേജസ് തന്നെയാണ് നമ്മളെല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത്. എന്തായാലും സംഭവിക്കും. കാരണം നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്യാൻ റെഡി ആവുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി ഫസ്റ്റ് പോയിന്റ്. ഇത് പറഞ്ഞ പോലെ മേ ബി നമ്മൾ ഫാമിലി ആയിട്ടുള്ള ടൈം സാക്രിഫൈസ് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ മറ്റു പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ സാക്രിഫൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഉപേക്ഷിച്ച് പോകാന്നുള്ളതല്ല. നമ്മുടെ നെക്സ്റ്റ് ഡ്രീമിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാണ്, കുറച്ച് കാര്യങ്ങൾ മാനേജ് ചെയ്യാണ്. പിന്നീട് ഒരുപാട് സന്തോഷിക്കാനുള്ള നിമിഷങ്ങൾ നമുക്ക് ഇൻഡിപെൻഡന്റ് ആവാനും നമ്മുടെ ഡ്രീമിൽ എത്താനും നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ താഴെയുള്ള ആളുകൾക്ക് ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെയാണ് ശരിക്കും നമ്മളും ഈ രീതിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഡ്രീംസിലോട്ട് എത്താൻ പറ്റട്ടെ. ഇപ്പം കഴിഞ്ഞൊരു 3 years നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു. പക്ഷെ ഇനി അങ്ങോട്ടും നമ്മൾ ഉണ്ടാവും. നമുക്ക് എന്ത് ഗൈഡൻസ് വേണമെങ്കിലും നമുക്ക് അറിയുന്ന കാര്യമാണ്. നമ്മൾ ആസ് എ ഫാമിലിയാണ്, നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടാവും. പക്ഷെ എന്നാലും നെക്സ്റ്റ് ലെവലിലോട്ട് പോകുമ്പോൾ അവിടെയും ഇതുപോലെ സക്സസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ. ഇന്ത്യയിലെ ടോപ്പ് കോളേജസ് നെക്സ്റ്റ് 2 years കഴിഞ്ഞിട്ടുള്ള എൻട്രൻസ് റിസൾട്ട് വരുമ്പോൾ നീറ്റ് ആയാലും JEE ആയാലും വാട്ടർ ഇറ്റ് ഈസ് റിസൾട്ട് വരുന്ന സമയത്ത് യെസ് അത് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഒന്നുകൂടി ഗ്രാൻഡ് ആയിട്ട് വരും. എന്നിട്ട് നമ്മൾ ഒന്നുകൂടി സെലിബ്രേറ്റ് ചെയ്യും. നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അതെ, അപ്പോൾ അത് ആ സമയത്ത് ഇതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒന്നുകൂടെ മീറ്റ് ചെയ്യണം, സക്സസ് സെലിബ്രേറ്റ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കോളേജസ് എത്തിക്കഴിഞ്ഞാലും നെക്സ്റ്റ് നിങ്ങളുടെ ജൂനിയേഴ്സിന് ഗൈഡ് ചെയ്യാനും നിങ്ങൾ എഫേർട്ട് ഇടണം. അവർക്ക് നമുക്ക് ഒരു സംഭവം തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. സോ ഇന്നിവിടെ വന്നതിലും നമ്മളെല്ലാവരും മീറ്റ് ചെയ്തതിലും സോ ഹാപ്പി. നമ്മുടെ എക്സാം വാലിഡേഷൻ ടീം ഫുൾ ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് ബാക്കി എന്തായാലും ഇനി ഫ്യൂച്ചറിൽ കാണാം. താങ്ക് യു സർ.